ഹരിത, ഇവിടെ ഒന്നാം വേദിയിൽ ഇപ്പോൾ കുച്ചിപ്പുടി മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷെ അതിനു മുൻപ് പറയേണ്ടത് നമുക്കൊപ്പം ചില കലാകാരന്മാരുണ്ട്. ഇവിടെ കോൽക്കളിക്ക് വേണ്ടിയിട്ട്, അതായത് എന്റെ കയ്യിലിരിക്കുന്ന ഇവര് കളിക്കാൻ ഉപയോഗിക്കുന്ന കോൽക്കളിയാണ്. ഞാനിങ്ങനെ മണിയൊക്കെയുള്ള കോൽ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവിടെ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കുട്ടികളാണ്. പേര് ഫജർ മുഹമ്മദ്. ഇവിടെ സ്കൂൾ ഞങ്ങളുടെ IKTHSS ചെറുകുളമ്പ് മലപ്പുറം ജില്ലയിൽ നിന്ന് ഞങ്ങള് മത്സരിച്ചിട്ട് ഫസ്റ്റ് അടിച്ച് വന്നതാണ് ഇവിടെ. മത്സരം നാളെ? അതെ, നാളെയാണ്. ഇന്നിപ്പോ ഞങ്ങള് നേരത്തെ ഇറങ്ങിയതാണ്. കാരണം ഇവിടെ പെട്ടെന്ന് കഴിച്ചിട്ട് പോകാനും വേണ്ടിട്ട് സൗണ്ടൊക്കെ ഒരു മെയിൻ ഘടകമാണ് ഞങ്ങൾക്ക് കളിക്ക്. മീഡിയക്ക് വേണ്ടിയിട്ട്, നമുക്കൊക്കെ വേണ്ടിയിട്ട്, ചാനലിന് വേണ്ടിയിട്ട് ഇവർക്ക് മത്സരം നാളെയാണ്. പക്ഷെ ഇവരുടെ പെർഫോമൻസ് ഒന്ന് കാണാം. അപ്പോൾ അതാണ് ഹരിത. ഇവരുടെ അധ്യാപകനുണ്ട്, ഇവരെ പരിശീലിപ്പിച്ചിട്ടുള്ള ആളുണ്ട്. പേരെന്താ? പേര് മഹറൂഫ് കോട്ടക്കൽ. ഞാൻ ഈ ടീമിന്റെ പരിശീലകനാണ്. കോൽക്കളിയുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായിട്ട് 50 കുട്ടികളെ പങ്കെടുപ്പിക്കാൻ വരികയാണ്. 2 ടീം ഇന്നലെ മത്സരിച്ചു. ഇനി 2 ടീമുകൾ മത്സരിക്കാനുണ്ട്. നാളെ ഹയർ സെക്കൻഡറി വിഭാഗം കോൽക്കളി നടക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ ടീമാണത്. ഇനി പാലക്കാട് ജില്ലയിലെ ഒരു ടീമും കൂടെ എത്താനുണ്ട്. അപ്പോൾ ഇവര് ഈ സാഹചര്യത്തോടൊക്കെ ഒന്ന് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് നേരത്തെ വന്നതാണ്. ഓക്കെ, ശബ്ദമൊക്കെ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട്. വേഗതയും അതുപോലെ തന്നെ കൃത്യതയും, അതാണ് ഈ കോൽക്കളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ ഈ ഒപ്പം തന്നെ ഈ മണി ഒക്കെ വന്നത്? അതെ, കൃത്യമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് കോൽക്കളി നമുക്ക് പൂർണ്ണമായ രീതിയിൽ അതിന് കോലടക്കത്തിനോ അതിൽ പറഞ്ഞ മാനദണ്ഡങ്ങൾക്ക് കോട്ടം തട്ടാതെ കളിക്കാൻ കഴിയുക. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഈ ടീമുകൾ ശ്രീകൃഷ്ണ ജയന്തി, ഗാന്ധി ജയന്തി, പിന്നെ ഓണം വെക്കേഷന്, ക്രിസ്മസ് വെക്കേഷൻ, അതുപോലത്തെ അവധി ദിവസങ്ങൾ മറ്റുള്ള കുട്ടികളൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ഇവർ സ്കൂളിൽ വന്ന് കൃത്യമായ പ്രാക്ടീസ് നടത്തുന്നത് കൊണ്ടാണ് വളരെ ഭംഗിയിലും വൃത്തിയിലും ഇവർക്ക് ഇത് അവതരിപ്പിക്കാൻ കഴിയുന്നത്. പിന്നെ പന കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഇവരുടെ കയ്യിലുള്ള കോല്. ചെലമ്പ് പിച്ചള കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ചെലമ്പ്. അപ്പോൾ ഇത് ഭയങ്കര അപകടം നിറഞ്ഞൊരു കലാരൂപം കൂടെയാണ്. കൃത്യമായ പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമ്മുടെ മുഖത്തോ മൂക്കിനോ കണ്ണിനോ ഒക്കെ അടി കൊള്ളാവുന്ന ഒരു കലാരൂപം കൂടെയാണ് ഇത് കോൽക്കളി. പാട്ടുകള് നമ്മള് മാപ്പിളപ്പാട്ടിന്റെ ഇതിവൃത്തത്തിലുള്ള ഏത് പാട്ടുകളും നമുക്ക് തെരഞ്ഞെടുക്കാം. സന്ദേശപ്പാട്ട്, ഉപദേശപ്പാട്ട് തുടങ്ങി കോൽക്കളിയിൽ നമുക്ക് മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിൽ വരുന്ന, ആ ഗണത്തിൽപ്പെടുന്ന ഏത് പാട്ടുകളും നമുക്ക് കോൽക്കളിയിൽ പാടാം. നമ്മൾ ഇപ്പോൾ കോൽക്കളിയിൽ ഓരോ വർഷവും നമ്മൾ പുതിയ പാട്ടുകൾ കോൽക്കളിക്ക് വേണ്ടി, ഈ കലാരൂപത്തിന് വേണ്ടി നമ്മൾ സംഭാവന ചെയ്യുന്നുണ്ട്. ഷംസദ് എഡരിക്കോടാണ് നമ്മളെ ടീമിനുള്ള വരികളൊക്കെ രചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർഷം വർഷം ഈ കലയ്ക്ക് നമ്മൾ സംഭാവന നൽകിക്കൊണ്ട് ഈ കലയെ കൂടുതൽ ജനകീയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. എന്തായാലും അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എ ഗ്രേഡ് ഒക്കെ കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു. ഇതാണ് ഹരിത. ഇവിടെ നാളെയാണ് മത്സരം. പക്ഷെ അവർ ഇപ്പോൾ തന്നെ സജീവമാണ്. അതായത് ഈ വേദിയും ഈ പരിസരവുമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെടുന്നതിന് വേണ്ടി, അത് അവരുടെ മത്സരത്തിൽ അവരുടെ ക്ഷമതയെ കൂടുതൽ നന്നാക്കും. അതാണ് ഇവിടെ നിന്നും അതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഈ കോൽക്കളി മത്സരവുമായിട്ട് പല വേദികളിലും, ഇതുപോലെ തന്നെ മാധ്യമങ്ങളുടെ മുൻപിലും, അതുപോലെ തന്നെ ഈ പരിസരങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി മാധ്യമങ്ങളുടെ മുമ്പിൽ കോൽക്കളി അവതരിപ്പിക്കുക, ഒപ്പം തന്നെ ഈ പരിസരങ്ങളൊക്കെ കാണുക, അതിനു വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്.